ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ. ഒരുപക്ഷെ ഈ 3 കാര്യങ്ങളായിരിക്കും ട്രേഡിങ്ങിൽ ഒരു ട്രേഡറെ വിജയിപ്പിക്കുന്നതും താഴെ ഇറക്കുന്നതും. അതെന്താണെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിലോട്ട് നമുക്ക് വരാം. ഇറ്റ്സ് മീ ജോ ചമ്പാരൻ. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ട്രേഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 വികാരങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഹോപ്പാണ്, പ്രതീക്ഷ. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ ട്രേഡിങ്ങിൽ അർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ അതനുസരിച്ച് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശരാകും. ഈ നിരാശ നിങ്ങളെ മുന്നോട്ടുള്ള ട്രേഡിംഗ് ജേണിയിൽ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇരിക്കുന്നു. നിങ്ങൾ ആ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇട്ടുകൊണ്ട് ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 10,000 രൂപ വേണം, 20,000 രൂപ വേണമെന്നൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഹോപ്പ് കൂടുതലാണ്. സ്വാഭാവികമായിട്ട് ആ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടാതെ വരികയും ഈവൻ ലോസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിരാശയിൽ പെട്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്താ ചെയ്യുക? 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ക്യാപിറ്റലിൽ, അതിന് മാന്യമായി അതിന് അർഹതയുള്ള ഒരു എമൗണ്ട് പ്രതീക്ഷ വയ്ക്കുക എന്നുള്ളതാണ് ഇതിനെ മറികടക്കാൻ, ഈ ഒരു വിഷയത്തെ മറികടക്കാനുള്ള ഏക പോംവഴി. ഒരു യാത്രക്കിടയിൽ ഇതുപോലുള്ളൊരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പേടിക്കുമല്ലേ? ഇതേപോലൊരു വികാരമാണ് ട്രേഡിങ്ങിൽ പേടി എന്ന് പറയുന്നത്. ഈ പേടി എങ്ങനെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും? സ്വാഭാവികമായിട്ടും ഈ പേടി കാരണം നിങ്ങൾ ഈ ട്രേഡിങ്ങിൽ നിന്ന് എക്സിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് അറിയുമോ? നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയ പ്രോഫിറ്റുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകും. നിങ്ങൾ ചെറിയ പ്രോഫിറ്റ് കാണുമ്പോഴേ ആ പ്രോഫിറ്റ് അങ്ങ് ബുക്ക് ചെയ്യും. എന്താ ഈ പേടിയെന്നാവും? ഈ ചെറിയ പ്രോഫിറ്റ് വരുമ്പോൾ ഈ ചെറിയ പ്രോഫിറ്റ് നിങ്ങളിൽ നിന്ന് പോകുമോ എന്നുള്ളതാണ് നിങ്ങളുടെ പേടി. ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോസിനെ നിങ്ങൾ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നോ അത്രത്തോളം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വരുന്ന പ്രോഫിറ്റ് മുഴുവൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെ വേണം ഫിയറിനെ മറികടക്കാനുള്ളത്. ലോസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ പ്രോഫിറ്റിന് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം എന്നുള്ളതാണ്. ഇത് ചെറിയൊരു താഴ്ചയല്ലേ, ഞാനങ്ങ് ചാടിയാലോ? ട്രേഡിങ്ങിലെ മൂന്നാമതൊരു വികാരമുണ്ട്. ആ വികാരത്തിൻ്റെ പേരാണ് ഗ്രീഡ് എന്ന് പറയുന്നത്, അത്യാഗ്രഹം. ഒത്തിരി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ എടുത്ത് ചാടുന്നതൊക്കെ വലിയ ഗർത്തത്തിലോട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് പൊങ്ങി വരാൻ സാധിക്കില്ല. എന്താണ് ഗ്രീഡ് എന്നല്ലേ? ചെറിയൊരു ക്യാപിറ്റൽ നിങ്ങളെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് വേണം, ഒത്തിരി വേണമെന്ന് ആഗ്രഹിച്ച് നിങ്ങളൊരു ട്രേഡ് എടുക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി നിങ്ങളങ്ങ് എടുത്ത് വയ്ക്കും. ഈ ക്വാണ്ടിറ്റി, ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ലോസ് വന്നാലോ? ഹ്യൂജ് ലോസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളതല്ലേ? അങ്ങനെ ഈ ഹ്യൂജ് ലോസ് വരുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ ട്രേഡിങ്ങിലെ 3 വികാരങ്ങൾ, 1 ഹോപ്പ്, 2 ഫിയർ, 3 ഗ്രീഡ്. ഇത് 3 നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ ഇമോഷനുകളെ നിങ്ങൾ കൺട്രോൾ ചെയ്തു, നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് മീ ജോ ചമ്പാരൻ. ചാടട്ടെ? ഇല്ല, എനിക്ക് ജീവിക്കണം.